വെൽക്കം ടു our യൂട്യൂബ് ചാനൽ ലെവൻ വിത്ത് സജ. സോ നമുക്ക് ഈ ഒരു എപ്പിസോഡ് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കിക്കൂടെ? വിഷു ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ വിഷു നമുക്ക് ചെയ്യാം. വെൽക്കം ടു our യൂട്യൂബ് ചാനൽ ലെവൻ വിത്ത് സജ. സോ നമുക്ക് ഈ ഒരു എപ്പിസോഡ് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആക്കിക്കൂടെ? വിഷു ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ വിഷു നമുക്ക് ചെയ്യാം. അതിൽ ഞാൻ ചെയ്യാറുള്ള എൻ്റെ സിമ്പിൾ മേക്കപ്പ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഒരു മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. അതിനുവേണ്ടി നല്ലൊരു ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ടോൺ എന്താണോ അതിനനുസരിച്ച്, സ്കിന്നിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് നല്ല ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആഫ്റ്റർ ദാറ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കിന്നിനെ പ്രെപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ ഒരു മേക്കപ്പ് സാധാരണ എല്ലാവരും പറയാറുണ്ട്, ഫൗണ്ടേഷൻ ഇടുമ്പോൾ നല്ല കേക്കി ആവാറുണ്ട്, ക്രാക്സ് വീഴാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിഷ്യലി ഞാനും ഒരുപാട് ഫേസ് ചെയ്തതാണ്. കുറേ ട്രയൽ ആൻഡ് എററിൽ കൂടെയാണ് ഇപ്പോൾ ഫൈനലി ഒരു നമ്മുടെ ഫേസിന് സ്യൂട്ട് ചെയ്യുന്ന ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് കണ്ടുപിടിച്ച് തുടങ്ങിയത്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നല്ലൊരു ടോണറാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ് ടോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ നല്ല ഒരു സൺസ്ക്രീനും അപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ അതിനുശേഷം ഷാർലറ്റ് ടിൽബറിയുടെ മാജിക് സീറമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് റിയലി ഗുഡ്. ഈ സിറം യൂസ് ചെയ്യുമ്പോൾ നല്ല ഫേസിന് നല്ലൊരു ഗ്ലോയി ഫീല് കിട്ടാറുണ്ട്. സോ ദിസ് ഈസ് ദ വൺ. അപ്പോൾ അതൊരു 2 or 3 ഡ്രോപ്സ്. ഇത് വാങ്ങുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നമുക്കത് യൂസ് ചെയ്യുമ്പോൾ നല്ല ഒരു ഫീല് തരുന്നതും, നമ്മൾ ഫേസ് മേക്കപ്പിന് വേണ്ടി പ്രെപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ കണ്ടോ, ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരുന്ന ഒരു ക്രീമാണ് ഈ മാജിക് സീറം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നല്ലൊരു മോയ്സ്ചറൈസർ ഇടാം. ഞാൻ ഇത് ഇടുന്നതുകൊണ്ട് ഇനിയൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നില്ല. ദെൻ നമ്മൾ അണ്ടർ ഐസിൻ്റെ അവിടെ നമ്മുടെ നോസ്, ടീ സോൺ ഏരിയ, ഫേസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് എല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു 2 minutes എങ്കിലും ടൈം കൊടുക്കുക. ഇത് നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് സ്കിന്നൊന്ന് അബ്സോർബ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ ഹുദ ബ്യൂട്ടിയുടെ പ്രൈമറാണ്. ദിസ് ഈസ് ഓൾസോ എ വെരി ഗുഡ് വൺ. മുന്നേ ഞാൻ മാക്കിൻ്റെ പ്രൈമറും യൂസ് ചെയ്യും, പക്ഷെ അത് കുറച്ച് തിക്കാണ്. ഇതും നല്ലൊരു പ്രൈമറാണ്. ബട്ട് ഹുദ ബ്യൂട്ടി നല്ല ഒരു പുറത്തൊക്കെ നമ്മളൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ ഹുദ ബ്യൂട്ടി ഈസ് റിയലി റിയലി ഗുഡ്. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ ദുബായിൽ ഇതെല്ലാം നമുക്ക് സെഫോറയിൽ അവൈലബിൾ ആണ്. ദെൻ ആഫ്റ്റർ ദാറ്റ് ആ പ്രൈമർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫൗണ്ടേഷനും ക്രീമും എല്ലാം നല്ല നീറ്റായി നല്ലൊരു നീറ്റ് ഫിനിഷ് നമുക്ക് തരും. സോ ലെറ്റ് മീ അപ്ലൈ ദിസ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇങ്ങനെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ ആർക്കും അങ്ങനെ ചെയ്തു കൊടുക്കാൻ വലുതായിട്ട് അറിയത്തില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നല്ലൊരു മേക്കപ്പ് ചെയ്യാൻ പറ്റും. ദെൻ ആഫ്റ്റർ ദിസ് ഇപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ചെയ്തു, പ്രൈമറി യൂസ് ചെയ്തു. പ്രൈമറി യൂസ് ചെയ്തതിന് ശേഷം കളർ കറക്റ്റർ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ കളർ കറക്റ്റർ പ്ലേസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ മേക്കപ്പ്. അപ്പോൾ ഈ ഒരു മാക്കിൻ്റെ സ്റ്റുഡിയോ ഫിക്സ് 24 hours എന്ന് പറയുന്ന കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ കൺസീലറും കളർ കറക്റ്റർ പാലറ്റ് സെപ്പറേറ്റ് എനിക്ക് മാറ്റിംഗ് എൻ്റെ കയ്യിലുണ്ട്. ഈ കൺസീലർ കിട്ടിയതിന് ശേഷം ആക്ച്വലി ഞാൻ ഈ കൺസീലർ തന്നെ ഇപ്പോൾ യൂസ് ചെയ്യാറ്. ഈ ഒരു പാലറ്റിലും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഉണ്ട്. ഈ ഓറഞ്ച് കറക്റ്ററാണ് നമ്മുടെ ഡാർക്ക് ഏരിയാസിലൊക്കെ, നമ്മൾ സ്കിന്ന് കുറച്ച് ഡാർക്കായിട്ടുള്ള നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഈ ഓറഞ്ച് നമുക്കിങ്ങനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ സൈഡ്സിലൊക്കെ ഇവിടെയൊക്കെ നല്ല ടാൻ പിഗ്മെൻറ്റേഷൻ എനിക്കുണ്ട്. ഇവിടെയൊക്കെ ഈ ഓറഞ്ച് കൊടുക്കുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇതിൽ വേറെയും കളേഴ്സ് ഉണ്ട് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ അത് കൊടുക്കാം. ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഞാൻ കൺസീലർ ഈ ഒരു ഐ ഏരിയയിലാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ
ഈ ഒരു ഏരിയ. ദെൻ ഐബ്രോസിൻ്റെ അവിടെ കൺസീൽ ചെയ്യാറുണ്ട്. ശരിക്കും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലാണ് ഞാൻ കൂടുതലും കൺസീലർ ചെയ്യാറുള്ളത്. ആൻഡ് ഓൾസോ നമ്മുടെ ഈ അണ്ടർ ഐയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു കുറച്ച് കുഴിഞ്ഞിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കൺസീൽ ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ ഇത് ഫൗണ്ടേഷനും ഇതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ബ്ലെൻഡ് ചെയ്യാറുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് മാക്കിൻ്റെ NC42 ആണ് എൻ്റെ ഫൗണ്ടേഷൻ. ഞാനൊരു ഡാർക്ക് ടു മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോൺ ആണ് എൻ്റെത്. അപ്പോൾ കുറേ പ്രാവശ്യം ഫൗണ്ടേഷൻ ഇങ്ങനെ അന്വേഷിച്ച് ഓരോ പ്രാവശ്യം ഓരോന്ന് അപ്ലൈ ചെയ്യും. അപ്പോൾ വിചാരിക്കും ഇത് ഓക്കെയാണെന്ന് പറഞ്ഞ് ഷോപ്പിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും. ആഫ്റ്റർ ദാറ്റ് അത് വന്നതിന് ശേഷമാണ് പിന്നെ നോക്കുമ്പോൾ ആ കളർ നമ്മുടെ സ്കിന്നുമായിട്ട് ഒട്ടും ചേരാത്തതായി തോന്നാറുള്ളത്. ഗ്രേ കളറ് അല്ലെങ്കിൽ ആ ഒരു ഗ്രേ ടോണ് അങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിൽ വരാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫൗണ്ടേഷൻ വാങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് അവിടെ നിന്നൊരു ടെസ്റ്റ് എടുക്കുക. അതിനുശേഷം ഒരു ഹാഫ് ആൻ അവർ മോളിലൊക്കെ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം നമ്മുടെ സ്കിൻ ടോണുമായിട്ട് അത് ഓക്കെ ആണോ, ഒരു ഗ്രേ ഫിനിഷ് ഒന്നും വന്നിട്ടില്ല. ഗ്രേ കളറ് പലർക്കും വരാറുണ്ട്, എസ്പെഷ്യലി ഒരു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക്, മീഡിയം ടു ഡാർക്ക് സ്കിൻ ടോൺ ഉള്ളവർക്ക്. ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഫേസുമായിട്ട് ആ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ആയെന്ന് മനസ്സിലായാൽ മാത്രമേ ആ ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കാവൂ. ഓറൽസ് നെക്സ്റ്റ് ഡേ വരിക, വീണ്ടും ആ ഫൗണ്ടേഷൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വാങ്ങിക്കുക. ദാറ്റ് വുഡ് ബി മൈ സജഷൻ ഫോർ യു. അതിനുശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഫൗണ്ടേഷൻ തീരാറായി. ഞാൻ ഈ ഫൗണ്ടേഷൻസ് എല്ലാം തീർന്നിട്ടേ പുതിയ പ്രോഡക്റ്റ് എടുക്കുള്ളൂ എന്നിങ്ങനെ തീരുമാനിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ മാക്സിമം ഞാൻ തീർക്കാൻ നോക്കുന്നത്. പാക്കിൻ്റെ ബ്രഷസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഫുൾ സെറ്റ് ഉണ്ട് പാക്കിൻ്റെ ബ്രഷസിൻ്റെ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇതിന് ശേഷം നമുക്ക് ഏറ്റവും നല്ലൊരു മേക്കപ്പ് മേക്കപ്പ് ടൂൾ എന്ന് പറയുന്നത് ഈ ഒരു സ്പഞ്ചാണ്. ഈ ഒരു സ്പഞ്ച് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിനിഷിങ് ആക്ച്വലി എനിക്ക് ബ്രഷിൽ അത്രയും ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഇതിൽ എക്സസ് വാട്ടർ നമ്മൾ ആ സ്പഞ്ച് വെച്ച് അത് ഡ്രെയിൻ ചെയ്ത് കളയുക. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് വെച്ച് നന്നായി ഡാബ് ചെയ്യുക. മാക്സിമം എത്രത്തോളം നമ്മൾ സ്കിന്നുമായിട്ട് ഡാബ് ചെയ്യാൻ പറ്റും അത്രയും നമ്മൾ ഡാബ് ചെയ്യുക. സോ ദാറ്റ് ആ എൻ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. നന്നായിട്ട് ഡാബ് ചെയ്ത് നന്നായിട്ട് നമ്മളത് സെറ്റ് ചെയ്യുക നമ്മുടെ സ്കിന്നുമായിട്ട്. ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഫിനിഷിങ് എനിക്ക് കിട്ടുന്നതായി തോന്നുന്നില്ല. ചിലപ്പോൾ തിരക്കിന് ഈ സ്പഞ്ച് ഇങ്ങനെ വെറ്റ് ആൻഡ് ഡ്രൈ ആക്കുന്ന ഒരു ബുദ്ധിമുട്ടിൽ. അതുപോലെ ഇത് നന്നായി ആഫ്റ്റർ യൂസ് ഇത് നന്നായി നമ്മൾ വാഷ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് ഫംഗസ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ വീണ്ടും അത് നമ്മുടെ ഫേസിലേക്ക് യൂസ് ചെയ്യുമ്പോൾ ആക്നി പ്രോൺ ആവാനുള്ള നല്ല ചാൻസസ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് മടിച്ചിട്ടാണ് ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫിനിഷ് എനിക്ക് കിട്ടാറേ ഇല്ല. ദെൻ നമ്മൾ നെക്കിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫൗണ്ടേഷൻ. അപ്പം സോ ദാറ്റ് ആ ഒരു സ്കിൻ ടോൺ രണ്ടും നമ്മൾ ഡിഫറൻസ് വരത്തില്ല. അല്ലെങ്കിൽ നെക്ക് മാത്രം ഒരു ഷെയ്ഡും ഫേസ് വേറൊരു ഷെയ്ഡിലും ഇരിക്കും. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ഓക്കെ. ഞാനൊന്ന് മിററിൽ നോക്കോട്ടെ കംപ്ലീറ്റ് മേർജ് ആയോ എന്നുള്ളത്. എനിക്ക് മൊബൈലിൽ നോക്കി അത് ചെയ്ത് ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അത്ര ശീലമില്ല. സോ ദാറ്റ്സ് വൈ ഞാൻ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മിറർ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ ഓക്കെ, ഓൾമോസ്റ്റ് നമ്മുടെ ഫേസിൽ ഈ ഒരു ഫൗണ്ടേഷൻ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഫൗണ്ടേഷൻ സെറ്റ് ആയതിനു ശേഷം ദെൻ ഹിയർ കംസ് നെക്സ്റ്റ് നമ്മുടെ കോമ്പാക്ട് പൗഡർ എൻ്റെ കയ്യിലുണ്ട്. കോമ്പാക്ട് പൗഡർ മാക്കിൻ്റെ തന്നെയാണ്, NC42. ആ ഒരു പൗഡർ നമ്മൾ ത്രൂ ഔട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് ഇറ്റ് ഗിവ്സ് എ നൈസ് ഫിനിഷ്. നെക്കിലും കൊടുക്കുക, ടീ സോൺ, ഫോർഹെഡിലും ടീ സോണിലും ഒക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ഇതെന്ത് ചെയ്താലും നമ്മുടെ ഐ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ലിപ്സും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു മേക്കപ്പ് കംപ്ലീറ്റ് ആവുക. സോ ലെറ്റ് മീ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് മൈ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ഒരു ഓറഞ്ച്, പിങ്ക് അങ്ങനെയുള്ള ടോൺസാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ഇതൊക്കെയാണ് എനിക്ക് ചേരുന്ന ഒരു
ടോൺസ് എന്ന്. ഈ ഒരു പാലറ്റ് ഹുദ ബ്യൂട്ടിയുടെ ന്യൂഡ് റിച്ച് എന്ന് പറയുന്ന പാലറ്റാണിത്. അപ്പോൾ ഐ ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വി ഷുഡ് ഹാവ് എ നൈസ് ഐ ഷാഡോ ബ്രഷ്. ഈ ഒരു ഐ ഷാഡോ ബ്രഷ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് കംപ്ലീറ്റ് ഈ ഐസിൻ്റെ ക്രീസ് ലൈൻ ഏരിയ ഇവിടെയൊക്കെ കറക്റ്റ് ആവത്തില്ല. ആൻഡ് ഓൾസോ പിന്നെ ചിലർ ഈ ഐബ്രോസിൻ്റെ എവിടെയൊക്കെ ഫൗണ്ടേഷനൊക്കെ ഇട്ട് നന്നായി ചെയ്യും. അത്രയും ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ. നമുക്കിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. സോ ലെറ്റ് മീ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത്, ഞാനൊരു പിങ്ക് ആൻഡ് ഓറഞ്ച്, ഡസ്റ്റി പിങ്ക് ആൻഡ് ഓറഞ്ച് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എൻ്റെ ഒരു സ്കിൻ ടോണുമായിട്ട് മാച്ച് ചെയ്യുന്നത്. പണ്ടൊക്കെ ഗ്രീന്, റെഡ്, യെല്ലോ ഒക്കെ ഇങ്ങനെ ഓറഞ്ചൊക്കെ എടുത്ത് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഇടുമായിരുന്നു. ഇപ്പം കുറച്ച് കളർ നമ്മുടെ സ്കിന്നിന് എന്താണ് സ്യൂട്ട് ചെയ്യുന്ന ആ ഒരു കളറാണ് ഇപ്പം ചൂസ് ചെയ്യാറുള്ളത്. അന്ന് യൂട്യൂബേഴ്സോ വീഡിയോസോ ഒന്നുമില്ല, നമുക്കൊരു റെഫറൻസ് ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഐസിന്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഡൺ. ഞാൻ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ബ്രൗൺ കളർ, ഹീസൽ ബ്രൗൺ. ദെൻ ഇതിൽ നമുക്ക് ഷിമ്മറി എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഞാനൊരു ഗോൾഡൻ കളറാണ് ഇപ്പോൾ ഷിമ്മറി കൊടുക്കാൻ പോകുന്നത്. ബിക്കോസ് ഞാനൊരു പട്ട് സാരിയാണ് വെയർ ചെയ്യാൻ പോകുന്നത്. എക്സസ് ഉണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ചെയ്ത് കളയുക. ഇത് നമ്മുടെ ഐലിഡിൻ്റെ കറക്റ്റ് നമ്മുടെ ഐബോളിൻ്റെ നടുക്കായിട്ട് വേണം നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ, എന്താണ് നമ്മൾ ഗ്ലിറ്റർ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാനുള്ളത് കറക്റ്റ് നമ്മുടെ ഐബോളിൻ്റെ മിഡിൽ പോർഷനിലായിട്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് നമ്മുടെ സൈഡിലെ കോർണേഴ്സിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, ആഫ്റ്റർ ദാറ്റ് ഒരു ഡാർക്ക് ഷെയ്ഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു സൈഡിൽ കൊടുത്താൽ കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. സോ ഈ സൈഡ് ഏരിയയിലായിട്ട് ഞാനൊരു ബ്രൗൺ കളർ കൊടുക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല ഭംഗിക്ക് ഐസ് മാറിയിട്ടുണ്ട്. നമ്മുടെ ഫേസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് കണ്ണും ഈ ഒരു ഐബ്രോസിൻ്റെ ഏരിയയും. അത് നന്നായി ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം വരും. ഓക്കെ, സോ ദിസ് ഇസ് ഡൺ. പെട്ടെന്ന് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ ഐബ്രോസ് ഒന്ന് ചെയ്യാം. ഞാൻ ഐബ്രോസ് വലുതായിട്ട് ചെയ്യാറില്ല, ജസ്റ്റ് ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കും. കോംബ് ചെയ്ത് കൊടുത്തതിന് ശേഷം എൻ്റെ കയ്യിൽ ബെനിഫിറ്റിൻ്റെ ഒരു ഐ ചെയ്യാനുള്ളൊരു സ്റ്റിക്ക് ഇപ്പുറത്തെ സൈഡിലുള്ള ഒരു ഇതുണ്ട്. ഞാൻ ഈ ഒരു പോർഷനാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ആ സ്ട്രോക്സ് ഒന്ന് ഇടയിലുള്ളതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും. എപ്പോഴും നമ്മൾ ബ്ലാക്കിന് പകരം ബ്രൗൺ കളർ യൂസ് ചെയ്യുക. ആൻഡ് ദാറ്റ് ടു നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ നമ്മുടെ മിഡല്ല, കുറച്ച് ആ ഫ്രണ്ടിലത്തെ ഹെയർസ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളത് എപ്പോഴും ഐബ്രോസ് ചെയ്യുമ്പോൾ. ഐബ്രോസ് ചെയ്യാൻ ഞാൻ എക്സ്പേർട്ട് അല്ല കേട്ടോ, എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ എൻ്റെ ഐബ്രോസ് ഞാൻ ചെയ്യാറുണ്ട്. ആഫ്റ്റർ ദാറ്റ് അഗെയിൻ നമ്മൾ ഇത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു നാച്ചുറൽ ഫീല് നമ്മുടെ ഐബ്രോസിന് തരും. ഒന്ന് ലിഫ്റ്റ് ആയിട്ട് നമ്മുടെ ഐബ്രോസ് ഇരിക്കും, അപ്ലിഫ്റ്റ് ചെയ്ത പോലെ. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇനി ഐലൈനർ പാർട്ട് ഞാൻ വാട്ടർ പ്രൂഫ് ഐലൈനേഴ്സ് യൂസ് ചെയ്യാറില്ല. ബിക്കോസ് അത് വാഷ് ചെയ്ത് ഇങ്ങനെ കളയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഞാൻ ലാക്മിയുടെ നോർമൽ ഒരു ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലെറ്റ് മീ ഡ്രോ മൈ ഐലൈനർ. കുറച്ച് തിക്കായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഐലൈനർ മുകളിൽ മാത്രമേ വരച്ചിട്ടുള്ളൂ. മുകളിൽ വരച്ചതിന് ശേഷം ഈ ഒരു ഐലൈനർ ഇപ്പോൾ ഇറങ്ങുന്നില്ല എന്ന് തോന്നി. ഇതിൻ്റെ ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് ഇറങ്ങുന്നത്. വാട്ടർ പ്രൂഫ് വാങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അത് പോകാനും. ദെൻ ഓൾസോ
ഇപ്പോൾ പുതിയതായിട്ട് നമുക്കിങ്ങനെ കളേഴ്സിലായി പെൻസിൽ കിട്ടാറുണ്ട്. ബ്രൗൺ, ഗോൾഡൻ. ഞാനിത് ഷാർലറ്റ് ടിൽബറിയുടെ മാക്കിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കളർ എക്സസ് എന്ന് പറയുന്ന ബ്രൗൺ കളർ, പേർപ്പിൾ കളർ. വേറെ എവിടെ നിന്നൊക്കെ കുറേ മേടിച്ചിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ലിപ് ലൈനർ എടുത്ത് കണ്ണിൽ വരയ്ക്കാതിരിക്കുക. ഓരോ പ്രോഡക്ട്സിനും അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ആ സെയിം പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക. ബിക്കോസ് ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായി വരും. ലിപ്സിനുള്ളത് ലിപ്സിൽ തന്നെ യൂസ് ചെയ്യുക, കണ്ണിനുള്ളത് കണ്ണിൽ തന്നെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ ഷാർലറ്റ് ടിൽബറിയുടെ ഒരു മെറൂൺ കളർ ഐ പെൻസിൽ മേടിച്ചതാണ്. ദിസ് ഇസ് വെരി നൈസ്. 2 സൈഡ് ഉണ്ട്. ഒരു സൈഡിൽ മെറൂൺ ആൻഡ് ദി അതർ സൈഡ് ഇസ് എ ഗോൾഡൻ വൺ. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ കണ്ണിൻ്റെ അടിയിൽ എഴുതി കൊടുക്കാനാണ്. എനിക്ക് റീസെൻ്റ്ലി ഞാൻ മിസ്സസ് കേരളയുടെ പ്രോഗ്രാമിന് ചെന്ന സമയത്ത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരച്ചപ്പോഴാണ്, സാധാരണ നമ്മൾ ബ്ലാക്ക് വരയ്ക്കുന്നതിനേക്കാളും ഐ ഫെൽ ലൈക്ക് സംതിങ് ഒരു ഡിഫറൻസ് തോന്നി. അങ്ങനെയാണ് ഞാനിത് മേടിച്ചത്. സോ ദിസ് ഇസ് സാധാരണ എല്ലാവരും വൈറ്റ് ഒക്കെ വരയ്ക്കുന്ന കാണാം. വൈറ്റ്, ഗ്രീൻ, മെറൂൺ കളർ. മസ്കാര ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതും മെബലൈൻ്റെ സൂപ്പർ കേൾ, ഒരുപാട് പഴയ മസ്കാരയാണ്, തീരാറായി. അപ്പം ഞാൻ ഈ പഴയ പ്രോഡക്റ്റ്സ് എല്ലാം യൂസ് ചെയ്ത് തീർക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ബേസിക് മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സാണ് ബാക്കിയുള്ളത്. ദെൻ ഓൾസോ ബ്ലഷ് ചെയ്യാൻ ലിപ്സാണ് ബാക്കിയുള്ളത്. അത് കഴിഞ്ഞാൽ ബ്ലഷ് ചെയ്യട്ടെ. ബ്ലഷ് ഞാൻ യൂസ് ചെയ്യുന്ന പിക്സിയുടെ ഓൺ ദ ഗ്ലോ ബ്ലഷാണ്. ഇതും നല്ല നമുക്ക് ഈസി ടു അപ്ലൈ ആണ്. ഓക്കെ, നല്ലൊരു ഫിനിഷ് തരുന്ന ഇറ്റ്സ് എ വെരി ഗുഡ് ബ്ലഷ് എന്ന് ഞാൻ പറഞ്ഞത്. സോ ഇത് നമ്മുടെ ചീക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ബ്ലഷാണ് കേട്ടോ. നല്ല പിഗ്മെൻറ്റ്, ലൈക്ക് നല്ല സ്മൂത്ത് പിഗ്മെൻ്റ് ആണ് അതിൻ്റെത്. നമുക്കിടുമ്പോൾ നല്ല ഒരു സ്മൂത്ത് ഫീലിംഗ്. ഞാൻ എപ്പോഴും എൻ്റെ മേക്കപ്പ് ഭയങ്കര നാച്ചുറലായിട്ടാണ് ചെയ്യാറുള്ളത്. എനിക്ക് നാച്ചുറലായിട്ടുള്ള ആ ഒരു നമ്മൾ ഓവർഡൂ ആയി ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ആ ഫീച്ചേഴ്സൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി ഏത് സാരിയാണ് ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ വിഷുവിന് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ബ്ലൗസൊന്നും തയ്ക്കാൻ സമയം കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ഒരു പഴയ ഒരു ഇക്കട്ടിൻ്റെ പ്യോർ ബനാറസി ബ്ലൗസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്ലൗസിന് ചേരുന്ന ഒരു സാരിയാണ് ഞാൻ ഇന്ന് മാച്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എനിക്ക് ഇഷ്ടപ്പെട്ടത് I like this saree, this pure Banarasi. പക്ഷേ ഇതും എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് ഓവറായി പോകത്തില്ലേ? അപ്പോൾ നോ, ഇതൊരു സൂപ്പർ സാരിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വേണ്ട. ഐ തോട്ട് ലൈക്ക് അയ്യോ ഇതും ഇതിൻ്റെ കൂടെ ഭംഗി ഉണ്ടാവും. ബട്ട് സ്റ്റിൽ എപ്പോഴും ഞാൻ റെഡാണ് നിങ്ങൾക്ക് ഡ്രൈപ്പ് ചെയ്ത് കാണിക്കാറ്. ലെറ്റ് മീ ജസ്റ്റ് ഡു വിത്ത് ദിസ് ബ്ലൂ, പീകോക്ക് ബ്ലൂ. ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഒരു പീകോക്ക് ബ്ലൂവിൽ തന്നെ നമുക്ക് ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ പീകോക്ക് ബ്ലൂ സാരി, ഈ സാരിയുടെ റേറ്റ് ഞാൻ എൻഡ് ഓഫ് ദി വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ ഒരുപാട് കളർ കോമ്പിനേഷൻസ് നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. സോ ലെറ്റ് മീ ജസ്റ്റ് പെയർ ദിസ് ബ്ലൗസ് ആൻഡ് ദിസ് സാരി ആൻഡ് കം ബാക്ക്. വിഷുവിന് നമുക്ക് വെയർ ചെയ്യാനുള്ള ജ്വല്ലറീസും ഇയറിങ്സും ഒരു സിംഗിൾ ബാങ്കിളും മുല്ലപ്പൂ മസ്റ്റാണല്ലോ. അപ്പോൾ മുല്ലപ്പൂ ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി സാരി ഡ്രൈപ്പ് ചെയ്തു, ബ്ലൗസ് വെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ആക്സസറീസ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ അതൊരു കംപ്ലീറ്റ് ആവത്തുള്ളൂ അല്ലേ? നമുക്ക് ആദ്യം ഒന്ന് ഹെയർ ഡൂ ചെയ്യാം. ഹെയർ ഡൂ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ബിക്കോസ് എൻ്റെ ഹെയർസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കുറച്ച് നോട്ടി ആൻഡ് കേളി ഹെയർ ആണ്. പെട്ടെന്നൊന്നും ഹെയർ അങ്ങനെ ഒതുങ്ങുന്ന ഒരു ഹെയർ അല്ല. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഹെയർ ബണ്ണ് ഇവിടെ വെച്ചിരുന്നു. ബിക്കോസ് നമ്മൾ ഈ വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൽ നിന്നാണ്. അപ്പം ഇൻ ബിറ്റ്വീൻ കസ്റ്റമേഴ്സ് വരും, ഇൻ ബിറ്റ്വീൻ ഒരു ബ്രേക്ക് എടുക്കും, വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, എല്ലാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്.
അപ്പോൾ ഞാൻ ഹെയർ ഒന്ന് ചെയ്യട്ടെ. ഹെയർ എനിക്ക് സിമ്പിളായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊന്ന് ഹെയർ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഒക്കെ വെച്ച് ഒരു ലോ ബണ്ണാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഭംഗിയായിട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ സിമ്പിളായിട്ടൊരു ലോ ബൺ ചെയ്ത് ഒരു മെസ്സി ബൺ പോലെ ചെയ്തിട്ട് മുല്ലപ്പൂ ജസ്റ്റ് സർക്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മുടെ ആക്സസറീസ് ഒക്കെ വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആക്സസറീസ് വേറെ ചെയ്യാം. ട്രൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് ഒരു ഭംഗി തരുന്നത് നമ്മുടെ ഇയറിങ്സ് ആണ്. അപ്പോൾ ഇയറിങ്സ് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ദി ബെസ്റ്റ് ചൂസ് ചെയ്യണം. അങ്ങനെ ഞാൻ 2 ഇയറിങ് 2 കാതിലാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും പറയും, ബിക്കോസ് ബോത്ത് ആർ മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഇത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആ ഒരു കേജ് പോലെ വന്നിട്ട് ഗോഡസ് ഉള്ള ഒരു ഇയറിങ് ആണ്. ഇതിൻ്റെ കളർ ചേഞ്ചസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇത് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലേറ്റസ്റ്റ് 2 ലെയറിൽ ആ ഒരു ഗ്യാപ്പ് പറഞ്ഞ് ഇവിടെയും ഗോഡസ് ഉണ്ടല്ലേ, ഗോഡസ് വരുന്ന ഒരു ഇയറിംഗ് ആണ് ഇതും. ദിസ് ഈസ് ഓൾസോ സംതിങ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. അപ്പം ഞാൻ ഇത് രണ്ടും വെയർ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ് ഏറ്റവും ഭംഗി എന്നാണ്. പക്ഷേ ഇൻഡിവിജ്വലി നോക്കുമ്പോൾ ഇത് ഭയങ്കര ഭംഗിയുള്ള പീസാണ്. ഇപ്പം കറൻ്റ്ലി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. എനിവേസ് ഐ പെയർ ദിസ് റൈറ്റ് നൗ. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവണം ഇതിൽ ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത്. ഇതിടാം അല്ലേ ഇതല്ലേ ഭംഗി, ഇതിടാം. ഫുൾ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ വിഷു ആയിട്ടുണ്ട്. സാധാരണ വിഷുവിന് നമ്മൾ സെറ്റ് സാരിയൊക്കെയാണ് ഉടുക്കാറ്. അപ്പോൾ ഇത് കുറച്ചൊരു ഡിഫറൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാരി വെയർ ചെയ്തത്. ഐ ഹോപ്പ് യു ആൾ ലൈക്ക് ദിസ്. നമ്മളൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഫുൾ ആക്സസറൈസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. I'll be coming up with more and more videos. Stay tuned and please do subscribe to our channel Living with Sajas and do share with your friends and family. Thank you all. Thanks for watching. Sajas. Maduram, Maduram, Sumarohara Gagaram, Chirida.